നമസ്കാരം. ആഗോള വിപണികളുടെ ശ്രദ്ധ വീണ്ടും മിഡിൽ ഈസ്റ്റിലേക്ക് തിരിയുകയാണ്. ഇറാനും US-ഉം തമ്മിലുള്ള സമാധാന ധാരണയെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പം എണ്ണ വിപണിയിലും നിക്ഷേപകരിലും പുതിയ ആശങ്കകൾ സൃഷ്ടിക്കുമ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയുടെ നിലപാടിന് ഫിൻലൻഡിൻ്റെ അപ്രതീക്ഷിത പിന്തുണയും ശ്രദ്ധേയമാകുകയാണ്. സമാധാന ഡീലിൻ്റെ അനിശ്ചിതത്വവും ആഗോള ഊർജ്ജ മേഖലയിലെ പുതിയ സൂചനകളും വിപണികളെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് വിപണി വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാനും US-ഉം തമ്മിൽ സമാധാന ഡീലിനെ ചൊല്ലി വീണ്ടും തർക്കം. ഇറാൻ്റെ ആവശ്യങ്ങളെല്ലാം ഏറെക്കുറെ അംഗീകരിക്കുന്നതും ഇറാന് വിജയം സമ്മാനിക്കുന്നതുമായ ധാരണകളാണ് ഡീലിലുള്ളതെന്ന മട്ടിൽ ഇറാനിയൻ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ യഥാർത്ഥ ഡീലിന് ഈ റിപ്പോർട്ടുകളുമായി ഒരു ബന്ധവുമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ ഡീൽ സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങൾ അന്തിമമല്ലെന്നും എന്നാൽ അന്തിമ ധാരണയിലെത്താൻ ഇനിയും അവസരമുണ്ടെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചേവ് വ്യക്തമാക്കി. ഇറാൻ്റെ മരവിപ്പിച്ച ബാങ്ക് നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുന്നതും എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം നീക്കുന്നതും ഉൾപ്പെടെയുള്ള ധാരണകൾ ഡീലിലുണ്ടെന്നായിരുന്നു ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാനും US-ഉം യുദ്ധം നിർത്തുന്നു എന്ന പ്രതീതി വന്നത് ആഗോളതലത്തിൽ വിപണികൾക്ക് ഇന്നലെ ഹാപ്പി ന്യൂസ് ആയിരുന്നു. എന്നാൽ ഡീൽ വരും ദിവസങ്ങളിൽ ഒപ്പുവെച്ചേക്കാമെന്നും എന്നാൽ 100% സാധ്യതയുണ്ടെന്ന് പറയുന്നില്ലെന്നും ഇതിനിടെ ട്രംപ് പറഞ്ഞത് വീണ്ടും ആശങ്ക ഉയർത്തുന്നു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടിക്ക് ഫിൻലൻഡിൽ നിന്നും അപ്രതീക്ഷിത പിന്തുണ. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഓയിൽ പ്രൈസ് ക്യാപ് പരിധിക്കുള്ളിൽ നിന്നാണ് ഇന്ത്യ പ്രവർത്തിച്ചതെന്ന് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടോണൻ വ്യക്തമാക്കി. ഫിൻലൻഡിൽ നടന്ന കുൽത്താര ടോക്സിൽ ഇന്ത്യൻ വിദേശമന്ത്രി S ജയശങ്കർ പങ്കെടുത്ത ചർച്ചയ്ക്കിടെയായിരുന്നു നിർണായക പരാമർശം. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തിയത് ലോകരാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും തടയാനാവില്ലെന്ന് എലീന വാൾട്ടോണൻ വാദിച്ചു. ആഗോള എണ്ണ വിപണി തടസ്സപ്പെടുത്താതെ റഷ്യ വലിയ ലാഭം നേടുന്നത് തടയുക എന്നതായിരുന്നു ഈ പരിധിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഇതിനെ പ്രതിരോധിച്ചുവെന്നും നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നാണ് എണ്ണ വാങ്ങിയതെന്നുമുള്ള ഫിൻലൻഡിൻ്റെ നിലപാട് ഇന്ത്യയുടെ വാദങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ കരുത്തേകുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് ഇനി മുതൽ സൗജന്യമുണ്ടാകില്ലെന്നും ഫീസ് ഈടാക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചേവ് വ്യക്തമാക്കി. കടലിടുക്കിൻ്റെ ഭാവി മാനേജ്മെൻറ്റ് ഇനി പഴയതുപോലെ ആയിരിക്കില്ല. ഹോർമൂസ് കടലിടുക്കിൽ രാജ്യാന്തര ജലപാത ഇല്ലെന്നും അത് പൂർണ്ണമായും ഇറാൻ്റെയും ഒമാൻ്റെയും പരമാധികാര പരിധിയിലുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുവരെ എല്ലാ കപ്പലുകൾക്കുമായി ഈ ജലപാത തുറന്നു കൊടുക്കുകയും ഇറാനും ഒമാനുമായി ചേർന്ന് സൗജന്യമായി സുരക്ഷയും മറ്റ് സേവനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യത്തിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ മാറ്റം വരുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒമാനുമായി ഫലപ്രദമായ ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൻ്റെ സുരക്ഷയും നിയന്ത്രണവും സംബന്ധിച്ച സംയുക്ത കർമ്മ പദ്ധതി ഇരു രാജ്യങ്ങളും ഉടൻ പുറത്തിറക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. പുതിയ അഷ്വേർഡ് പെൻഷൻ പദ്ധതിക്ക് പകരം നിലവിലെ പങ്കാളിത്ത പെൻഷൻ പുതുക്കിയേക്കുമെന്ന് റിപ്പോർട്ട്. ജീവനക്കാർക്കായി LDF സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതിന് പകരം നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിൽ. ജനുവരിയിൽ മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുകയും ഇത് നടപ്പാക്കി തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നെങ്കിലും തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ പദ്ധതി പ്രാബല്യത്തിലായിട്ടില്ല. ഈ പദ്ധതി UDF സർക്കാർ തുടരാനും സാധ്യതയില്ലെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കേരളത്തിലെ ക്ഷീരമേഖലയിൽ വൻ നിക്ഷേപ സാധ്യതകളുണ്ടെന്ന് മിൽമ ചെയർമാൻ KS മണി. ക്ഷീരമേഖലയെ പരമാവധി പ്രയോജനപ്പെടുത്തിയും ആഭ്യന്തര രാജ്യാന്തര വിപണികളിൽ സാന്നിധ്യം ശക്തമാക്കിയും 2030-31 സാമ്പത്തിക വർഷത്തോടെ 10,000 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് മിൽമ. പാൽ ഉൽപ്പാദനക്ഷമതയിൽ രാജ്യത്ത് 3-ാം സ്ഥാനത്താണ് കേരളത്തിനെങ്കിലും സംസ്ഥാനത്തെ പാലിൻ്റെ ആവശ്യകതയുടെ പകുതിയോളം ഇപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് പരിഹരിക്കുന്നത്. ഇത് ഈ മേഖലയിൽ വിപുലീകരണത്തിനും വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾക്കും അവസരമൊരുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ
4,344 കോടി രൂപയുടെ വിറ്റുവരവാണ് മിൽമ നേടിയത്. പാലിന്റെ വിൽപ്പന വിലയുടെ 83% തുകയും ക്ഷീര കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന കർഷക കേന്ദ്രീകൃത ബിസിനസ് മാതൃകയാണ് മിൽമയുടേത്. സെൻസസ് ജോലിക്ക് 50%-ലധികം അധ്യാപകർ നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്കൂളുകളുടെ വിവരങ്ങൾ തേടി വിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർമാർക്കാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം നൽകിയത്. ബന്ധപ്പെട്ട സ്കൂളുകളുടെ വിവരങ്ങൾ ജില്ലാ കളക്ടർമാർക്ക് സമർപ്പിക്കണം. സ്കൂളുകളിൽ അധ്യയനത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 60,000 അധ്യാപകർക്കാണ് സെൻസസ് ഡ്യൂട്ടിയുള്ളത്. യു.എയിൽ നിന്നും ഇറാനിലേക്ക് വൻതോതിൽ പണം കൈമാറിയെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ യു.എ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി നിഷേധിച്ചു. $300 കോടി യു.എയിൽ നിന്നും ഇറാനിലേക്ക് കൈമാറിയെന്ന തരത്തിലുള്ള വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. യു.എ വഴി മരവിപ്പിച്ച ഇറാനിയൻ ഫണ്ടുകളൊന്നും തന്നെ റിലീസ് ചെയ്യുകയോ കൈമാറുകയോ അല്ലെങ്കിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ലെന്നും രാജ്യം വ്യക്തമാക്കി. ഇത്തരം സുപ്രധാന വിഷയങ്ങളിൽ വാർത്തകൾ നൽകുമ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് യു.എ ആവശ്യപ്പെട്ടു. സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ അറേബ്യ വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന വിമാനം ശനിയാഴ്ച പുലർച്ചെയാണ് കൊച്ചിയിൽ ഇറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്ന 9 കുട്ടികൾ ഉൾപ്പെടെയുള്ള 179 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. എയർ അറേബ്യ G9454 വിമാനത്തിൻ്റെ എഞ്ചിൻ റിവേഴ്സ് ത്രസ്റ്റ് സിസ്റ്റത്തിലുണ്ടായ തകരാറാണ് വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചുവിടാൻ കാരണം. എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും പൂർത്തിയാക്കിയ ശേഷം പുലർച്ചെ 3:40-നാണ് വിമാനം ലാൻഡ് ചെയ്തത്. സുരക്ഷാ പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഉടൻ തന്നെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതായി സിയാൽ വക്താവ് അറിയിച്ചു. വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാർ അടിയന്തരമായി പരിഹരിച്ച ശേഷം രാവിലെ 7:15 വിമാനം യാത്രക്കാരുമായി കൊച്ചിയിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ലെന്നും ഇതുവരെ കിട്ടിയ ഫലങ്ങളെല്ലാം നെഗറ്റീവാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പുതിയതായി നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ നില അതുപോലെ തുടരുകയാണ്. നിപ റിപ്പോർട്ട് ചെയ്ത സമയത്ത് താൻ കോഴിക്കോട് ഉണ്ടായിരുന്നുവെന്നും ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടാണ് പോകുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. നിപ വ്യാപിക്കാതിരിക്കാൻ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.